പവർ ഓൺ സിൻഡിക്കേറ്റ്. ആദ്യം അന്വേഷിക്കുന്ന പവർ ഓൺ സിൻഡിക്കേറ്റുമായി യാതൊരു ബന്ധവും എനിക്കില്ല. പവർ ഓൺ പോയിട്ട് ഒരു മണ്ണെണ്ണ ജനറേറ്റർ വാങ്ങിക്കാൻ പോലുള്ള ത്രാണി എനിക്കില്ല. പിന്നെ ആരാടാ? എന്നെ ഒന്നും ചെയ്തത് ഞാൻ പറയാം. തമ്പുരാൻ! തമ്പുരാൻ! നാം നമ്മെ പരിചയപ്പെടുത്തട്ടെ. ഇളയെടുത്ത് കൊട്ടാരത്തിലെ വിശാഖം തിരുനാൾ പ്രതാപവർമ്മ, യുവരാജാവ്. അതിലൊക്കെ അപ്പുറം ഈ പവർ ഓണിന്റെ എല്ലാം ഇലക്ട്രിക്കൽ മാഫിയക്കെതിരെ നീ നടത്തിയ ഇൻവെസ്റ്റിഗേഷന്റെ പരിസമാപ്തി എന്റെ മുമ്പിലാവണമെന്ന് എനിക്ക് വാശിയുണ്ടായിരുന്നു. നീ നടത്തിയ ഓരോ നീക്കവും ഞാൻ വെട്ടിയത് നീ അറിഞ്ഞില്ല. അന്വേഷണത്തിന്റെ ഒരു ഭാഗത്തും എന്റെ മുഖം നീ തിരിച്ചറിഞ്ഞില്ല. നിന്റെ ഹാൻഡ് കഫിനുള്ളിൽ എന്റെ കൈകൾ വീഴില്ല. എന്റെ ഹാൻഡ് കഫിനുള്ളിൽ നിന്റെ കൈയും വീഴും. ഞാൻ ഒരുക്കുന്ന കൊലക്കയറിൽ നിന്റെ കഴുത്തും കുടുങ്ങൂടാ. എന്തിനാണോ ഈ പരേഡ്? മൂർത്തി, ക്ഷമിക്കണം. താക്കിയിട്ടിരിക്കുന്ന ഈ പാവങ്ങളെ ദേഹത്തിലെ കൊഴുപ്പിളക്കാനാണോ? മൂർത്തി, ഐ വിൽ സസ്പെൻഡ് യു. താൻ എന്നെ ഒരു കോപ്പും ചെയ്യത്തില്ല. താ കിടക്കുന്ന രാജിക്കത്ത്. ഇപ്പൊ ഞാൻ തന്നെ മുന്നിൽ നിൽക്കുന്നത് സഖാവ് കൃഷ്ണമൂർത്തിയായിട്ട്. ഈ നിമിഷം മുതൽ എന്റെയും രാമദേവ നായനാരുടെ യൂണിഫോമിന്റെ നിറം കാക്കിയല്ല, കടും ചുവപ്പ. അത് ഇനിയും ചുവക്കോടൂ. തന്റെയും തന്നെ മറ്റവന്മാരുടെയും ചോരയുടെ നിറം കൊണ്ട് താൻ കൂടുതൽ മൂപ്പിക്കുന്നു വേണ്ടുവാ. പെറ്റ തള്ളയുടെ കല്ലറയ്ക്ക് മുമ്പിൽ പോലും താൻ കാണിച്ച നാടകമൊക്കെ ഈ നാട്ടിലെ ആൾക്കാർ മനസ്സിലാക്കിയിട്ടില്ലാണ്ട് താൻ കരുതണ്ട. താൻ തല്ലിച്ചരച്ച ശരീരവും ചവിട്ടി തേച്ച മനസ്സുമായി ആർമി ഇപ്പോഴും ആശുപത്രിയിലാടോ? കിടക്കട്ടോ, അവരിനി സ്റ്റേറ്റ് പോലീസ് ചിരക്കണ്ട. വടിയെ കുത്തി നടക്കാറാകുമ്പോ
പല രേഖാ കോർപ്പറേഷന്റെയോ അണ്ടിക്കമ്മയുടെയോ MD ആക്കാം, അല്ലെങ്കിൽ താനിപ്പോ ചെയ്യുന്ന പോലെ പോലീസിലെ ഊത്തുകാരനാക്കാം. പോരെ? പോരാ. പലതരത്തിൽ ഊതാൻ താൻ തയ്യാറുള്ളപ്പോ ഡിപ്പാർട്ട്മെന്റ് അതിനുള്ള വേക്കൻസി ഇല്ലുവാ. ഒന്നോർത്തു, എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഇനി ഞാൻ ചെലവഴിക്കാൻ പോകുന്നത് ആദ്യയുടെ ആയുസ് കൂട്ടാനായിരിക്കും. തിരിച്ചു കൊണ്ടുവരും ഞാൻ അവനെ, തന്റെയൊക്കെ തലയ്ക്ക് മീതെ കൂടെ. എന്തിനാണെന്നോ? നിന്റെയും നിന്റെ രാജാക്കന്മാരുടെയും തല കൊയ്യാൻ. Count down on that. കേരളം തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഒപ്പം തനിക്ക് പകരം വീട്ടേണ്ടത്. വിധി ഒരുക്കി തന്ന ഒരു അവസരമാണ്, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ദിനേശ് സിംഗ് സാർ നമുക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്സ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ അതിന്റെ തീരുമാനം? എനിക്ക് പോണം സാർ. അന്ന് എന്നെ ഒന്നും അല്ലാതാക്കി ജീവച്ഛവമാക്കി വലിച്ചെറിഞ്ഞപ്പോ വിലപ്പെട്ടതെല്ലാം ഇട്ടെറിഞ്ഞ് എനിക്ക് താങ്ങായി തണലായി എന്നോടൊപ്പം ഇറങ്ങിപ്പോന്നവളാണ് എന്റെ ഇന്ദിര. ഇന്ന് ഞാൻ തിരിച്ചു ചെല്ലുമ്പോ എനിക്ക് ശക്തിയായി, ആവേശമായി ഇവളും എന്നോടൊപ്പം ഉണ്ടാവണം. നിന്നോടും എന്നെ ഞാനാക്കി മാറ്റിയ ഈ മൂർത്തി സാറിനോടുള്ള കടപ്പാട് കൂടിയായിരിക്കും എന്റെ ഈ തിരിച്ചുപോക്ക്. ഹലോ, വെറ്ററിനറി ഡോക്ടർ രാജഗോപാലിന്റെ വീടല്ലേ? ആ, ഞാൻ എസ് ഐ അബൂട്ടിയ. ആ, ഡോക്ടർ ഒന്ന് മരുന്ന് കൊടുത്തു, പക്ഷെ അതെല്ലാം വെള്ളം പോലെ പൊക്കോണ്ടിരിക്കുകയാണ്. അയ്യോ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഡോക്ടറിങ് വരണം. ക്ലിന്റൺ ഇവിടെ ഒന്നും കഴിക്കുന്നില്ല. ആ, ഡോക്ടർ ഒന്ന് മരുന്നാ കൊടുത്തത്. ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല, വെള്ളം പോലെ കുടിക്കുന്നില്ല ഡോക്ടർ. ആ, എന്നാ ശരി ഡോക്ടർ. അല്ല, ഇതാര്? അബൂട്ടി, SP വിളിച്ചു പറഞ്ഞറിഞ്ഞോ? അറിഞ്ഞില്ല. പട്ടിക്ക് മീശ വരുത്ത അമ്പട്ടൻ എന്താ കാര്യം? അമ്പട്ടനല്ല, അബൂട്ടിക്ക് കാര്യമുണ്ട്. സേവർ സാറെ കാര്യം പറ. SP-ക്ക് ഫാക്സിൽ ഓർഡർ വന്നു. എന്നെയും നിന്നെയും തിരുവനന്തപുരം ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി. സത്യമാണ് സേവർ സാറെ? സത്യം. നിന്റെ ഈ കുതിരകളാണ് സത്യം. അബൂട്ടിയല്ലേ പറഞ്ഞത് നമ്മളെ ഒന്ന് ആടി സാറിന് ഓർമ്മയാണല്ലോ. അപ്പം വെട്ടാൻ അറിയാവുന്നതിന്റെ കൊടുവാള് കിട്ടിയല്ലേ? അതെ അബൂട്ടി, ഇനി തലവെട്ടി തുള്ളലായിരിക്കും. വേറൊരു ഹോട്ട് ന്യൂസ് കേട്ടോ. എന്താ? ഇന്ദിരാ മാഡത്തിനെ വീണ്ടും തിരുവനന്തപുരം കളക്ടറാക്കി. അപ്പൊ കൊടുവാളിന്റെ കൂടെ വടിവാളും കൂടെ ആയോ? ലാൽ സലാം സഖാക്കൾ. ഒരു നിമിഷം, മുറിവേറ്റ് വേണം നമ്മുടെ പടനായകൻ. ഇതാ വീണ്ടും പൂർവാധികം ശക്തിയോടെ തിരികെ വന്നിരിക്കുന്നു. ഇനി തുടങ്ങാം നമുക്ക് പടയോട്ടം. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, അതി നയനാർ സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. ഏതായാലും അച്ഛൻ പണ്ട് താമസിച്ചിരുന്ന വീട്ടിലേക്ക് ഭർത്താവിന്റെ കയ്യും പിടിച്ച് തിരിച്ചു കയറണം എന്നുള്ള ഇന്നയുടെ വാശി നടന്നു. ഇതൊരു തുടക്കം മാത്രം. ഈശ്വരന്മാർ മാത്രമുള്ള ഇന്നയുടെ മനസ്സിന്റെയും ഈശ്വരന്മാരില്ലാത്ത ഈ ഞങ്ങളുടെ മനസ്സിന്റെയും ലക്ഷ്യം ഒന്നാണ്. ഹിന്ദുവിന്റെ ഇഷ്ട ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് അകത്ത് കയറിക്കോളൂ. അയ്യോ, വലതുകാലം വെച്ച് കയറണമായിരുന്നു. തല്ലി ഒടിച്ച വലതിന്റെ ഐശ്വര്യം കൂടി ഇപ്പൊ ഇടതിനാടും. കീഴടക്കി മുന്നേറാൻ ഈ ഇടത് തന്നെ ധാരാളം. ആർട്ടി, സ്വന്തം എന്ന വാക്ക് പോലും നഷ്ടപ്പെട്ടവളാണ് ഞാൻ. അതിലും വലിയൊരു ദുഃഖം കൂടി എനിക്കിനി വരുത്തരുത്. ഒന്നും വേണ്ട, കഴിഞ്ഞതെല്ലാം ഞാനൊന്ന് മറന്നിരുന്നെങ്കിൽ അല്ലേ?
ഇല്ല ഇന്ദിരെ, നീ വിളിക്കുന്ന ഒരു ഈശ്വരനും കഴിയില്ല അവന്റെ മുഖം എന്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ. ആർ ഡിയുടെ മനസ്സിലെ തീ കെടുത്തരുത്. ആ തീയുടെ ചൂടാണ് ആർ ഡിയുടെ ശക്തി. അതില്ലെങ്കിൽ പിന്നെ ആർ ഡി ഇല്ല. ആ ആദേശം കേൾക്കുന്നില്ല.